ഹലോ ഫ്രണ്ട്സ്, അമേസിംഗ് അമേരിക്കയുടെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അമേസിംഗ് അമേരിക്ക എന്നാണ് ചാനലിന്റെ പേരെങ്കിലും ഇനി വരുന്ന കുറച്ച് എപ്പിസോഡുകളിൽ നമ്മൾ അമേസിംഗ് ആഫ്രിക്കയാണ് കാണാൻ പോകുന്നത്. ഞാനിപ്പോ ഒരു ആഫ്രിക്കൻ യാത്ര, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ യാത്ര, വളരെയധികം നാളായിട്ട് ചെറുപ്പത്തിലേ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നത് പൂർത്തീകരിച്ചതിന്റെ സന്തോഷത്തിൽ വന്നു നിൽക്കുകയാണ്. 2.5 ആഴ്ചയിലധികം നീണ്ടു നിന്ന യാത്രയും അതുപോലെ തിരിച്ചു വന്നിട്ടുള്ള ജെറ്റ്ലാഗും ഒക്കെ കാരണം നമ്മുടെ വീഡിയോയിൽ ഒരു അല്പം തടസ്സം നേരിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഉടനെ തന്നെ പരിഹരിക്കാം. അപ്പൊ ഏതായാലും നമ്മൾ ആഫ്രിക്കൻ യാത്രയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. പക്ഷെ ആദ്യത്തെ എപ്പിസോഡ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ്, ആഫ്രിക്കൻ യാത്രയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ യാത്രയുടെ മൊത്തം പ്ലാനുകളും റൂട്ടുകളും എവിടെയൊക്കെയാണ് സന്ദർശിക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഇത് ഇവിടെ ഉണ്ട്. അത് കാണാത്തവര് ആ വീഡിയോ കാണുക. അപ്പൊ അതിൽ മൊത്തമായിട്ടുള്ള ഒരു റൂട്ടും ഒരു ഐഡിയ എല്ലാം കിട്ടും. അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായിട്ട് അത് കാണുക. ആഫ്രിക്കയിൽ നമ്മൾ പ്രധാനമായിട്ടും പോയത് 2 രാജ്യത്താണ്, കെനിയ ആൻഡ് താൻസാനിയ. ഈ 2 രാജ്യത്തുള്ള മെയിൻലി വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, വൈൽഡ് ലൈഫ് നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് കൺസർവൻസീസ്, അതുപോലെയുള്ള പ്രദേശങ്ങൾ, പിന്നെ ചില വില്ലേജുകൾ, ലൈക്ക് എക്സാമ്പിൾ മസൈമാരയിലുള്ള മാസൈ വില്ലേജ്, അല്ലെങ്കിൽ വേറെ സ്ഥലത്തുള്ള മാസൈ വില്ലേജ്. ഞങ്ങൾ വേറൊരു ടോവാംബോ എന്നൊരു സ്ഥലത്ത് പോയി, അവിടുത്തെ ഒരു വില്ലേജ്, പിന്നെ ഒരു ചഗ ട്രൈബിന്റെ അവിടെ പോയി, അതിന്റെ സന്ദർശന വിശേഷങ്ങൾ, പിന്നീട് ഒരു വാട്ടർഫാൾ കാണാൻ പോയി, അതിന്റെ ഹൈക്കിങ്ങിന്റെ വിശേഷങ്ങൾ, അങ്ങനെ അവിടുത്തെ ജനജീവിതത്തിന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ കുറെ ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് അവിടുത്തെ വൈൽഡ് ലൈഫ് വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. അവിടെ പോയ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളുടെ അല്ലെങ്കിൽ വന്യമൃഗ സങ്കേതങ്ങളുടെ പേരുകൾ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഞങ്ങള് നെയ്റോബി നാഷണൽ പാർക്ക്, അതുപോലെ താൻസാനിയയില് സെറൻഗട്ടി, ഗൊറൊങ്കൊറോ ക്രേറ്റർ, ടരൻജിരെ, പിന്നീട് കെനിയയിൽ തിരിച്ചു വന്നിട്ട് അംബോസലെ നാഷണൽ പാർക്ക്, അങ്ങനെയുള്ള കുറെ നാഷണൽ പാർക്കുകളും അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങളും, പിന്നെ ലേക്ക് നക്കൂറു, ലേക്ക് നെയ്വാസ, ലേക്ക് വിക്ടോറിയ, അങ്ങനെയുള്ള പ്രദേശങ്ങളും, പിന്നെ മസൈമാര ഞാൻ പറയാൻ വിട്ടുപോയി, പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും കറങ്ങിയത്. ഒരു സർക്കുലർ റൂട്ടിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓരോ പാർക്കിനെ പറ്റിയും ഓരോ ലേക്കിനെ പറ്റിയും ഓരോ പ്രദേശത്തുമുള്ള സന്ദർശനത്തെ പറ്റിയുമുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ കാണാം. പക്ഷെ പ്രധാനമായിട്ടും അതിനു മുമ്പ് ഒരു ആഫ്രിക്കയിലെ സഫാരി എന്ന് പറയുന്നത്, അത് പൂർത്തീകരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ബിഗ് 5 കാണുന്നതോടെയാണ്. ബിഗ് 5 എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ, അതേസമയം അപകടകാരികളായ 5 വലിയ വന്യ മൃഗങ്ങൾ. 1 സിംഹം, 2 പുലി, 3 ആഫ്രിക്കൻ ബൊഫല്ലോ, 4 റൈനോസറസ്, 5ാമത്തേത് ആന. ഈ 5നെ ചേർത്തിട്ടാണ് ബിഗ് 5 എന്ന് വിളിക്കുന്നത്. അപ്പൊ ബിഗ് 5 കാണുക എന്നത് ഒരു ആഫ്രിക്കൻ സഫാരിയുടെ ഒരു ലക്ഷ്യമാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. അതിൽ ആദ്യത്തെ ബിഗ് 5 ഏറ്റവും അപകടകാരിയായ, ഏറ്റവും ഗാംഭീര്യം നിറഞ്ഞ, ഏറ്റവും ശക്തനായ, നമ്മുടെ കാടുകളിലെ രാജാവ് എന്ന് വിളിക്കുന്ന സിംഹത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. 1-2 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണ്. കാട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കാടുകളുമായിട്ട് താരതമ്യം ചെയ്യരുത്. ഇവിടെ കാട് എന്ന് പറയുമ്പോൾ ഞാൻ മെയിൻലി നമ്മൾ മലയാളത്തില് സാവന്ന എന്നും ഇംഗ്ലീഷിൽ സവാന എന്നും ഒക്കെ പറയുന്ന പുൽമേടുകൾ, അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ കുറെ മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വിശാലമായ പുൽമേടുകൾ, സവാന, അവിടെയാണ് നമ്മൾ ഈ മൃഗങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒന്നാണ് ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി. ഭൂമിയുടെ മാൻഡിൽ, അതായത് അതിന്റെ ഉപരിതലം 2ആയിട്ട് വിണ്ടുകീറി അവിടെ അതിന്റെ നടുവിൽ ഒരു വലിയ താഴ്വര ഉണ്ടാകും. ആഫ്രിക്കയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് നിന്ന് തെക്ക് ഭാഗത്തുള്ള മൊസാംബിക് വരെയുള്ള ഒരു ഭീമാകാരമായ ഒരു വാലിയാണ് ഈ റിഫ്റ്റ് വാലി എന്ന് പറയുന്നത്. അപ്പൊ മിക്കവാറും നമ്മൾ പോയ ഈ സ്ഥലങ്ങളൊക്കെ ഈ റിഫ്റ്റ് വാലിയിലാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സിംഹങ്ങളുടെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പൊ ഞങ്ങൾ എവിടെയൊക്കെയാണ് സിംഹങ്ങളെ കണ്ടത്, എങ്ങനെയൊക്കെയാണ് കണ്ടത്, അത് ഞാൻ ആ കണ്ട ഓർഡറിലാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല നല്ല വീഡിയോസ് ചിലപ്പോൾ ഇതിന്റെ അവസാനമാകും. അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ലയൺ കിങ്ങിന്റെ വീഡിയോയോട് കൂടി നമുക്ക് ആരംഭിക്കാം. ആദ്യം ഞങ്ങൾ നെയ്റോബി നാഷണൽ പാർക്കിലേക്കാണ് പോയത്. നെയ്റോബി സിറ്റിയും നാഷണൽ പാർക്കും ഒരുമിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ചെറിയ കറണ്ട് പാസ് ചെയ്യുന്ന വേലി മാത്രമാണ് ഈ കുറെ ഭാഗത്ത് നിന്ന് വന്യമൃഗങ്ങളെ സിറ്റിയിലേക്ക് വരുന്നതിൽ നിന്ന് തടയുന്നത്. ഈ പാർക്കിലൂടെ ഒരു മേജർ ഫ്ലൈ ഓവർ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ദിവസം ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ, കുറച്ച് കറങ്ങിക്കഴിഞ്ഞപ്പോൾ, ഈ ഫ്ലൈ ഓവറിന്റെ താഴെ സിംഹങ്ങൾ ഉണ്ടെന്ന് അറിയിപ്പ് കിട്ടി. സഫാരി ജീപ്പ് ഡ്രൈവർമാർക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്.
ഉടനെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആൾറെഡി കുറെ ജീപ്പുകൾ സിംഹങ്ങൾക്ക് ചുറ്റും വളഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെ ഒരു കൂട്ടം സിംഹങ്ങൾ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. നേരം ഏതാണ്ട് ഉച്ചയായിരുന്നു. നല്ല ചൂടുള്ള സമയത്ത് ഈ ലയൺ പ്രൈഡ്, അതായത് സിംഹക്കൂട്ടങ്ങൾ വിശ്രമിക്കുന്നതായിട്ടാണ് ഞങ്ങൾ എല്ലായിടത്തും കണ്ടത്. അവർ ആക്റ്റീവ് ആകുന്നത് രാത്രിയും അതിരാവിലെയും അതുപോലെ വൈകുന്നേരം ചൂടൊക്കെ ആറിക്കഴിഞ്ഞുമാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ എല്ലാം പെൺസിംഹങ്ങളാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ഒരുത്തി പതുക്കെ തലപൊക്കി ഞങ്ങളെ നോക്കി. കൂടെ മറ്റൊരുത്തിയും കൂടി തലപൊക്കി. തൊട്ടടുത്തായി വേറെ പലരും കിടന്നുറങ്ങുന്നുണ്ട്. ഒരു പ്രൈഡിൽ പ്രധാനമായിട്ടും കൂടുതലും പെൺസിംഹങ്ങളാണ് ഉണ്ടാവുക. ആൺസിംഹം അവന്റെ സാമ്രാജ്യത്തിലൂടെ കറങ്ങി അതിർത്തിയൊക്കെ യൂറിൻ കൊണ്ട് രേഖപ്പെടുത്താൻ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നുണ്ടാകും. എല്ലാ സഫാരി ജീപ്പിന്റെയും മുകൾ ഭാഗം തുറക്കാവുന്ന രീതിയിലാണ്. നമ്മൾ ജീപ്പിനകത്തു നിന്ന് മാത്രമേ ഈ കാഴ്ചകളൊക്കെ കാണുന്നുള്ളൂ. പുറത്തിറങ്ങാനേ പാടില്ല, ഒച്ചയുണ്ടാക്കാൻ പാടില്ല, അങ്ങനെ സിംഹത്തെ വിളിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. സിംഹത്തെ എന്നല്ല, നമ്മൾ ഒരു വന്യമൃഗത്തെയും ഒച്ചയുണ്ടാക്കി വിളിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അതിന് ഉപദ്രവമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ അതിർത്തി ലംഘിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാനേ പാടില്ല. നമുക്ക് ഈ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്കിടാവേ കൂയ് എന്നൊക്കെ വിളിച്ച് ഈ സിംഹത്തെ ഒന്ന് ഉണർത്താൻ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ തോന്നിപ്പോകും. ആ തോന്നലൊക്കെ കുഴിച്ചു മൂടി മിണ്ടാതിരുന്ന് വേണം നമ്മൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ. ഇവിടെയുള്ള മറ്റു മൃഗങ്ങളെ കണ്ടതൊക്കെ നല്ല രസമായ കാഴ്ചകളാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞു. 117 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു പാർക്കാണ് ഈ നെയ്റോബി നാഷണൽ പാർക്ക്. കെനിയയിലെ ഒരു ചെറിയ പാർക്കാണ് ഈ നെയ്റോബി നാഷണൽ പാർക്ക്. ഏതായാലും ഈ സിംഹങ്ങളൊക്കെ ഉറങ്ങുകയാണ്. അപ്പൊ ഞങ്ങൾ അതിനെയൊക്കെ കണ്ട് അവിടെ നിന്ന് തിരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ഡ്രൈവർ എന്നോട് പറഞ്ഞു അവിടെ എവിടെയോ ലയൺസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടി ഡ്രൈവ് ചെയ്ത് സൂക്ഷിച്ചു നോക്കിയപ്പോ ഒരു ആൺസിംഹവും പെൺസിംഹവും ഒരു മരത്തിന്റെ ചുവട്ടിൽ നല്ല റൊമാൻറ്റിക് മൂഡിൽ കഴിയുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഇണചേരുന്ന സമയത്ത് സാധാരണ സിംഹങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ദിവസങ്ങൾ ചെലവഴിക്കും. ആ ദിവസങ്ങളിൽ ഇണചേരലിന്റെ ബഹളമായിരിക്കും, പിന്നെ വിശ്രമം, പിന്നെ ഇണചേരൽ, ഇങ്ങനെയായിരിക്കും ഇവർ സാധാരണ ഈ 2-3 ദിവസങ്ങൾ ചെലവഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ പ്രൈഡിലേക്ക് തിരിച്ചു ചെല്ലും. പിന്നീട് ഞങ്ങൾ സിംഹത്തെ കാണുന്നത് പിറ്റേ ദിവസം ഒൽപ്പച്ചിട്ട കൺസർവൻസിയിലാണ്. ഒൽപ്പച്ചിട്ട കൺസർവൻസിയെ പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അവിടെയുള്ള ഗെയിം ഡ്രൈവിനിടയ്ക്ക് ഞങ്ങൾ 2 പെൺസിംഹങ്ങൾ കണ്ടുമുട്ടി. ഏതാണ്ട് വൈകുന്നേരമായ ഒരു സമയത്താണ് അവരൊരു തുറന്ന മൈതാനത്ത് കിടക്കുകയായിരുന്നു. ഞങ്ങളുടെ സഫാരി ജീപ്പിനെ ഒന്ന് വലം വെച്ചിട്ടാണ് ഒരു സിംഹം മുന്നോട്ട് പോയത്. തൊട്ടടുത്തായിരുന്നു അത്. അല്പം കഴിഞ്ഞ് അത് തിരിച്ചു വന്ന് ഞങ്ങളെയൊക്കെ ഒന്നുകൂടി വീക്ഷിച്ചുകൊണ്ട് തിരിച്ചുപോയി. അപ്പൊ ഇതിൽ ഒരു പെൺസിംഹത്തിന്റെ കഴുത്തിൽ കോളർ കാണാം. അത് മെയിൻലി ഇവരുടെ ഈ പ്രൈഡിനെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ നേതാവായിട്ടുള്ള പെൺസിംഹത്തിന്റെ കഴുത്തിലാണ് ഈ കോളർ പിടിപ്പിച്ചിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള കളിയും അവർ തമ്മിൽ ഉരുമുന്നതും മൈതാനത്ത് കിടന്ന് ഉരുളുന്നതും ഒക്കെ കൺമുന്നിൽ കണ്ടത് നല്ല ധന്യമായിട്ടുള്ള മുഹൂർത്തങ്ങളായിരുന്നു. ഇത്രയും മനോഹരങ്ങളായ കാഴ്ചകൾ സിംഹങ്ങള് അതിന്റെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നമ്മുടെ തൊട്ടു മുമ്പിൽ കിടന്ന് ഉരുളുന്നു, കളിക്കുന്നു, നടക്കുന്നു, ഉറങ്ങുന്നു. ഇതൊക്കെ കാണുന്നത് നമ്മൾ ഏതാണ്ട് നമ്മളൊരു പിൽഗ്രിമേജിന് പോകുന്നത് പോലെയാണ്. അവരുടെ പരസ്പരമുള്ള ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ട് കുറെ നേരം ഞങ്ങൾ അവിടെ നിന്നു. പിന്നീട് ഞങ്ങൾ സിംഹത്തെ കണ്ടത് ലേക്ക് നക്കൂറു നാഷണൽ പാർക്കിലാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിലാണ് ഈ ലേക്ക് നക്കൂറു സ്ഥിതി ചെയ്യുന്നത്. അവിടെ തടാകത്തിലേക്ക് ഞങ്ങൾ ഒരു വലിയ ഇറക്കം ഇറങ്ങണം. അങ്ങനെ കുലുങ്ങി കുലുങ്ങി ഇറങ്ങിയപ്പോൾ
ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. എതിരെ വന്ന ജീപ്പിന് കടന്നു പോകാനുള്ള ഒരു വഴിയില്ല. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങളുടെ ജീപ്പ് ഇടതുവശത്തേക്ക് ഒരുക്കി നിർത്തി. അങ്ങനെ ഒരുക്കി നിർത്തിയപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് നോക്കി. ഇതാണ് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച. ഒത്ത ഒരു സിംഹം തൊട്ടപ്പുറത്ത് ഞങ്ങൾ ജീപ്പ് ഒരുക്കുന്നത് കണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പൊ ഞങ്ങളുടെ ജീപ്പിനെ ആൾമോസ്റ്റ് മുട്ടി എന്ന രീതിയിൽ വന്നതാണ് ആ സിംഹം. അവിടെ ജീപ്പ് ഒരുക്കി നിർത്തിയപ്പോൾ ആരെങ്കിലും വാതിൽ തുറന്ന് ഇടതുവശത്തേക്ക് ഒന്ന് ഇറങ്ങിയെന്ന് കരുതുക, കാലെടുത്ത് വെക്കുന്നത് ഈ സിംഹത്തിന്റെ വായിലേക്കാകുമായിരുന്നു. പിന്നീട് വളരെ തപ്പിയിട്ടും ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കി. ആ സിംഹത്തെ പിന്നീട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ലേക്ക് നക്കൂറിന്റെ ഈ പ്രദേശത്ത് നല്ല മഴ കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തഴച്ചു വളരുന്ന കട്ടി കൂടിയ കുറ്റിക്കാടുകളാണ്. അപ്പൊ അതിന്റെ അകത്ത് ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. പിറ്റേന്ന് ഞങ്ങൾ പോയത് ലോകപ്രശസ്തമായ മസൈമാരയിലേക്കാണ്. മസൈമാരയിൽ രാവിലെ തന്നെ ഞങ്ങൾ കണ്ടത് ഒരു ചീറ്റ വേട്ടയാടുന്നതാണ്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അതൊക്കെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറയുന്നത്. മസൈമാരയിൽ ധാരാളം മൃഗങ്ങളെ കണ്ടെങ്കിലും ഉച്ചവരെ ഞങ്ങൾ സിംഹങ്ങളെ ഒന്നും കണ്ടില്ല. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് കറങ്ങുന്നതിനിടയിലാണ് പൊരിവേലത്ത് വിശാലമായ സവാന പുൽമേട്ടിൽ വിശ്രമിക്കുന്ന 2 ആൺസിംഹങ്ങളെ കണ്ടെത്തിയത്. ഞങ്ങൾക്ക് പുറംതിരിഞ്ഞാണ് ഒരാളുടെ ഇരിപ്പ്. മറ്റൊരാൾ മലർന്നു കിടന്ന് ഉറങ്ങി സുഖിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരുവൻ എഴുന്നേറ്റ് സഫാരി ജീപ്പുകൾക്ക് നേരെ നടന്നു വന്നു. ആശാൻ പതുക്കെ നടന്നു വന്ന് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള സഫാരി ജീപ്പിന്റെ തണലിൽ വന്നു കിടന്നു. പൊരിവേലത്ത് കിടന്ന് ഉറങ്ങിയിരുന്ന അവര് എന്തെങ്കിലും തണൽ ഉണ്ടോ എന്ന് നോക്കി നിൽക്കുകയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. എന്നാൽ കുറച്ചങ്ങോട്ട് നടന്നാൽ അവിടെ ഇവിടെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് അവർ അങ്ങോട്ട് പോകുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നാലെ അടുത്ത ആളും വന്ന് ജീപ്പിന്റെ തണലിൽ സ്ഥാനം പിടിച്ചു. ആചാരബാഹുക്കളായ 2 ഒത്ത ആൺസിംഹങ്ങൾ. കാട്ടിലെ ആ രാജാവിന്റെ ഗാംഭീര്യം, അവരുടെ മുഖത്ത് ഇങ്ങനെ പാറിപ്പറക്കുന്ന മുടിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. തൊട്ട് മുമ്പില് നമ്മുടെ ഒരു 10-15 അടി മുമ്പില് അജാനുബാഹുക്കളായ സിംഹങ്ങള്, ആൺസിംഹങ്ങള് അതിന്റെ ആ മെയ്സ്, ആ ജഡയൊക്കെ ഇങ്ങനെ പറപ്പിച്ച് നമ്മളെ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന കാഴ്ച നമ്മൾ വിവരിക്കാൻ പറ്റാത്തതാണ്. അതിങ്ങനെ നമ്മൾ നേരിട്ട് കണ്ടു തന്നെ ആസ്വദിക്കണം. പക്ഷെ ഇവർ രണ്ടുപേരും പാതി ഉറക്കത്തിലായിരുന്നു എന്ന് മാത്രം. ഈ സിംഹങ്ങളെ കാണാൻ സഫാരി വാനുകൾ ഇങ്ങനെ പിന്നെയും പിന്നെയും കൂട്ടമായിട്ട് തന്നെ വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയി. 2 ദിവസം കഴിഞ്ഞ് സെറൻഗട്ടി നാഷണൽ പാർക്കിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും സിംഹങ്ങളെ കണ്ടുമുട്ടിയത്. രാവിലെ ഏതാണ്ട് ഒരു 10-11 മണിയായി കാണും. ഒരു കൂട്ടം സിംഹങ്ങൾ ഒരിടത്ത് ഉണ്ടെന്നറിഞ്ഞ് ഞങ്ങളുടെ ഡ്രൈവർ ജൂമ വണ്ടി അങ്ങോട്ട് വിട്ടു. 6-7 പെൺസിംഹങ്ങളുടെ ഒരു പ്രൈഡ് അവിടെയുള്ള മരങ്ങളുടെ തണലിൽ വിശ്രമിക്കുകയാണ്. ഓരോ മരത്തിന്റെയും കീഴിൽ 2-3 സിംഹങ്ങളുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ഒരാളെ കിടക്കുന്നത് കണ്ടു. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ 3-4 സഫാരി വാനുകൾ എത്തിക്കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ റോഡിന്റെ ഒത്ത നടുവില് പകുതി തിന്നു തീർത്ത ഒരു ആഫ്രിക്കൻ ബഫല്ലോയുടെ ബാക്കി ഭാഗം കിടപ്പുണ്ട്. ഈ ആഫ്രിക്കൻ ബഫല്ലോയുടെ ബാക്കി ഭാഗത്ത് വളരെയധികം ഈച്ചകൾ പറക്കുന്നത് കാണാം. ആ ബ്ലഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഫ്രഷ് ആണെന്ന് മനസ്സിലാവും. പക്ഷെ ഇന്ന് കൊന്നതല്ല, തലേ ദിവസം കൊന്ന ആഫ്രിക്കൻ ബഫല്ലോ ആണത്. അപ്പൊ അതിന്റെ ശരീരത്തിന്റെ പാതി അവർ തിന്നു തീർത്തിരിക്കുന്നു. അതുപോലെ പിൻഭാഗത്തെ കാലുകൾ കാണാനില്ല. ഇവര് കഴിച്ചു തീർത്തെങ്കിൽ അതിന്റെ എല്ലുകൾ ബാക്കി കാണേണ്ടതാണ്. അതിനൊരു കാരണമുണ്ട്. സിംഹങ്ങൾ തിന്നതിന്റെ ബാക്കി സാധാരണ ഈ ഹൈനകൾ കട്ടുകൊണ്ടുപോകും. അത്രയധികം
കുശാഗ്ര ബുദ്ധിക്കാരും കൗശലക്കാരുമാണ് ഈ ഹൈനകൾ. കട്ടുകൊണ്ടു പോകാൻ മിടുക്കന്മാരാണ് അവര്. അതുപോലെ ഒരു കഴുകൻ ഇവിടെ ബാക്കിയുള്ളതിൽ നിന്ന് കൊത്തിപ്പറിക്കാൻ വേണ്ടി ഇവിടെ തക്കം നോക്കിയിരിപ്പുണ്ട്. ചുറ്റും ഇപ്പോഴും ഇങ്ങനെ ചിതറിക്കിടക്കുന്ന മാംസ കഷ്ണങ്ങളുണ്ട്. അതിങ്ങനെ ഈ കഴുകനെ പതുക്കെ ആ കഷ്ണങ്ങളൊക്കെ കൊത്തി തിന്നുകയാണ്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരികളായ സിംഹങ്ങളാണ് അവിടെ തൊട്ടപ്പുറത്ത് ഈ മരങ്ങളുടെ കീഴൊക്കെ കിടന്നുറങ്ങുന്നത്. കഴുകൻ തങ്ങൾ സൂക്ഷിക്കുന്ന ഭക്ഷണത്തിന് അടുത്തെത്തിയത് സിംഹങ്ങൾക്ക് പിടിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിലൊരുത്തി എഴുന്നേറ്റ് കഴുകനെ ഓടിക്കുവാനായി നേരെ ഈ ഭക്ഷണത്തിന്റെ ഈ നമ്മുടെ ബഫല്ലോ ചത്തുകിടക്കുന്ന ബഫല്ലോയുടെ പകുതിയുടെ നേരേക്ക് നടന്നു വന്നു. അവർ ഓടി വന്ന് കഴുകനെ ഓടിച്ചു വിട്ടു. പിന്നീട് അവിടെ കൂടി നിന്നവർക്ക് ഞങ്ങൾക്കുൾപ്പെടെ കണ്ണിന് ഒരു വിരുന്ന് തന്നെയായിരുന്നു. സ്വന്തം കണ്ണുകൾക്ക് തൊട്ടു മുമ്പിൽ തലേ ദിവസം വേട്ടയാടിയ ഒരു ആഫ്രിക്കൻ ബഫല്ലോയുടെ ബാക്കി ഭാഗം അതിൽ നിന്ന് വയറു നിറയുവോളം നക്കിയും കടിച്ചും വലിച്ചും ഭക്ഷണം മറിച്ചിടാൻ നോക്കിയും മൽപ്പിടുത്തം നടത്തിയും ഒക്കെയുള്ള ഒരു പെൺസിംഹത്തിന്റെ തീറ്റയുടെ ദൃശ്യങ്ങൾ നല്ല രസമായിരുന്നു അത് കാണാൻ. ജീവിതത്തിൽ ഒരിക്കലും ഇനി ഇങ്ങനെയുള്ള ഒരു ദൃശ്യം കാണാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. തലേ ദിവസം കൊന്ന ഇരയായതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിന് ചുറ്റും വളരെയധികം ഈച്ചകൾ പറക്കുന്നുണ്ട്. പട്ടണത്തിൽ ജീവിക്കുന്ന നമുക്ക് ചിലപ്പോൾ അയ്യേ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ യഥാർത്ഥ വനജീവിതത്തിന്റെ വന്യമൃഗങ്ങളുടെ ജീവിതത്തിന്റെ പച്ചയായ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. അവരെങ്ങനെയാണ് കൂട്ടം കൂടി ജീവിക്കുന്നതെന്നും കൂട്ടമായി ഇരപിടിക്കുന്നതെന്നും ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്നതെന്നും കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ ഭക്ഷണം മറ്റു മൃഗങ്ങൾ തട്ടിയെടുക്കാതെ എങ്ങനെയാണ് അവർ കാക്കുന്നതെന്നും ഇവരുടെ കാവലിന്റെ കണ്ണ് വെട്ടിച്ച് മറ്റു കൗശലക്കാരായ മൃഗങ്ങൾ എങ്ങനെയാണ് ഇതിൽ നിന്നൊരു പങ്ക് കട്ടുകൊണ്ടു പോകുന്നതെന്നും ഒക്കെയുള്ള ആ വിശാലമായ ജീവിത വ്യവസ്ഥയാണ് നമ്മൾ ഈ കാടുകളിലൊക്കെ കാണുന്നത്. അല്ലെങ്കിൽ ഈ വന്യമൃഗങ്ങളെ കാണുമ്പോൾ നമ്മൾ അതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. കുറെ നേരം ഞങ്ങൾക്ക് എതിരേക്ക് തിരിഞ്ഞു നിന്ന് ഈ ഭക്ഷണം കഴിക്കായിരുന്നു ഈ സിംഹം. അത് കഴിഞ്ഞ് ഇത് നേരെ മറുഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ കാഴ്ച കുറെ കൂടി മനോഹരമായി. നമുക്ക് നേരെ നിന്ന് നമുക്ക് അഭിമുഖമായിട്ട് നിന്ന് സിംഹം ഇറച്ചി കടിച്ചു വലിക്കുന്നതും കഴിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ, അതിന്റെ മുഖത്ത് പടരുന്ന ഇരയുടെ ചോര, വന്യജീവിതത്തിന്റെ കൊടും യാഥാർത്ഥ്യങ്ങളെയാണ് നമുക്ക് കാണിച്ചിരുന്നത്. അങ്ങനെ ഒരു അതിമനോഹരമായ കാഴ്ചയാണ്. ഓഫ് കോഴ്സ് അത് തിന്നുകയാണ്, ഒരു ജീവിയുടെ ഇറച്ചിയാണ് കടിച്ചു തിന്നുന്നത്. അതൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. വന്യജീവിതത്തിൽ ഇവരുടെ ഭക്ഷണമാണത്. അപ്പൊ ഏതായാലും ഇത്രയും ഭംഗിയായിട്ടുള്ള, ഇത്രയും യാഥാർത്ഥ്യമായിട്ടുള്ള, ഇത്രയും മനുഷ്യനെ എന്ത് പറയുക, ഇങ്ങനെ ഒരു കാഴ്ച എന്തെങ്കിലും കാണാൻ കഴിയും എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അത്രയും യാഥാർത്ഥ്യമായ വനജീവിതം, സിംഹങ്ങളുടെ ജീവിതമാണ് നമ്മൾ കണ്ടത്. ഞങ്ങളപ്പോ കുറെ നേരം അവിടെ നിന്നു. പക്ഷെ ആ നേരം കുറെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും പാർക്കിൽ ഇനിയും കറങ്ങേണ്ടതുള്ളത് കൊണ്ടും ഞങ്ങൾ മറ്റ് സഫാരിക്കാർക്ക് സ്ഥലം കൊടുത്ത് ഞങ്ങൾ പതുക്കെ പുറകോട്ട് മാറി. അപ്പോഴും ആ സിംഹം അതിന്റെ ഭോജനം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു.
ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മനോഹരമായ കാഴ്ച. ഞങ്ങൾ ആ കാഴ്ചയെ വിട്ട് ഞങ്ങൾ താൻസാനിയയിലെ സവാനയിലൂടെ മറ്റു ലക്ഷ്യങ്ങളിലേക്ക് ജീപ്പ് ഓടിച്ചു പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു വലിയ പാറക്കൂട്ടം കണ്ടു. അതില് വലിയൊരു പാറയുണ്ട്. ഈ വലിയ പാറയുടെ മുകളില് ചൂടത്ത് ഒത്തൊരാൺ സിംഹം കിടന്നുറങ്ങുന്നുണ്ട്. സിംഹം പാറയ്ക്ക് മുകളിലായതുകൊണ്ടും ഉറങ്ങുന്നത് കൊണ്ടും ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ചു നേരമൊക്കെ നോക്കി അത് എഴുന്നേക്കുമോ എന്നൊക്കെ. അത് എഴുന്നേറ്റ് നിന്നെങ്കിൽ അങ്ങനെ ഒരു വലിയ പാറക്കെട്ടിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ആൺസിംഹം നല്ലൊരു ഫോട്ടോ ആകുമായിരുന്നു. അപ്പൊ ഞാൻ കുറെ നേരം അവിടെ നിന്ന് നോക്കി, പക്ഷെ നടന്നില്ല. അവൻ അവിടെ തന്നെ കിടന്നുറങ്ങിയായിരുന്നു. അപ്പൊ ഞങ്ങൾ അവനെ ഉറങ്ങാൻ വിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ കുറച്ചു നേരം ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ പുൽമേട്ടില് വേറൊരു സിംഹം, ആൺസിംഹം സുഖസുഷുപ്തിയിൽ ആണ്ട് കിടക്കുന്നത് കണ്ടു. ശ്വാസമെടുക്കുന്നതിന്റെ ഫലമായിട്ട് ഇങ്ങനെ അവന്റെ തലയും വയറും ശരീരഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ വീർക്കുന്നതും ചുരുങ്ങുന്നതും ഒക്കെ നല്ല രസമായിട്ടുള്ള കാഴ്ചയായിരുന്നു. സിംഹത്തിന്റെ തൊട്ടടുത്ത് വളരെ അടുത്താണ് ഞങ്ങൾ ചെന്ന് നിന്നത്. ഏതാണ്ട് ഒരു 10 അടി മാക്സിമം കാണും. അതായത് സിംഹം ഒന്ന് എഴുന്നേറ്റ് ഒരു സ്റ്റെപ്പ് വെച്ച് കുതിച്ച് ചാടിയാൽ അത് ഞങ്ങളുടെ ജീപ്പിന്റെ അകത്തായിരിക്കും വന്ന് നിൽക്കുക. അത്ര അടുത്ത് നിന്നാണ് നമ്മൾ ഈ സിംഹത്തിന്റെ ഉറക്കം കണ്ടത്. നമ്മുടെ വീട്ടില് ബെഡിൽ കിടന്നുറങ്ങുന്ന ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്ന പോലെയാണ് ഞങ്ങൾ ഈ താഴെ കിടന്നുറങ്ങുന്ന കാടിന്റെ രാജാവിനെ നോക്കി കണ്ടത്. ഇങ്ങനെയുള്ള സമയത്ത് ഇവരെ വിളിച്ചുണർത്താൻ നമുക്ക് പല വഴികളും മനസ്സിൽ വരും. അതൊന്നും പുറത്തെടുക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ നമ്മുടെ സഫാരി ഡ്രൈവർമാർക്ക് അതിന് വേറൊരു വഴിയുണ്ട്. നമ്മൾ ഏത് മൃഗത്തെയാണോ അല്ലെങ്കിൽ പക്ഷിയെയാണോ കാണുന്നത്, ആ മൃഗത്തിന്റെ അല്ലെങ്കിൽ ആ പക്ഷിയുടെ ശബ്ദം വേറൊരു ശബ്ദം കേൾപ്പിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് മേറ്റിംഗ് കാള്, അല്ലെങ്കിൽ അത് വേറൊരു കുഞ്ഞു കരയുന്ന ശബ്ദം, അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾപ്പിക്കുക. അത് ഫോണിൽ കേൾപ്പിച്ചു കഴിയുമ്പോൾ ഇവര് എഴുന്നേറ്റ് ചെവി കൂർപ്പിച്ച് എന്താണെന്ന് നോക്കും. അങ്ങനെ പക്ഷികളായാലും മൃഗങ്ങളായാലും സ്വന്തം വർഗത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇവർ പ്രതികരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ സഫാരി ഡ്രൈവർ അങ്ങനെ ഒരു ചെറിയ ശബ്ദം കേൾപ്പിച്ച് ഇവനെ എഴുന്നേപ്പിക്കാൻ നോക്കി. അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ അവൻ മലർന്നു കിടന്നുറങ്ങാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്കുട്ടി ഉറങ്ങുന്നത് ഏതാണ്ട് ഇതുപോലെയാണ്. കുറെ നേരം ചില സമയത്ത് അവൻ മലർന്നു കിടന്ന് ഉറങ്ങുന്നത് കാണും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിംഹവും മലർന്നു കിടന്ന് ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. അപ്പൊ കുറെ നേരം ഞങ്ങൾ അവിടെ ഇവന്റെ ഗാംഭീര്യം നോക്കിയിരുന്നു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അവൻ നേരെ തിരിഞ്ഞ് ഒന്ന് ഇരുന്ന് തല പൊക്കി ഞങ്ങളെ ഒന്ന് നോക്കി. നമ്മൾക്ക് ഏതെങ്കിലും ഒരു നല്ല ഫോട്ടോ കിട്ടണമെങ്കിൽ അവര് നമ്മളെ ഫോക്കസ് ചെയ്യണം, നമ്മളെ തന്നെ നോക്കണം. അപ്പൊ ഞാൻ ഉടനെ തന്നെ ക്യാമറയിൽ അവന്റെ ഗാംഭീര്യം നിറഞ്ഞ കുറെ ചിത്രങ്ങളൊക്കെ നൊടിയുടെ നേരം കൊണ്ട് തന്നെ പകർത്തി. ഉടനെ തന്നെ അവൻ എഴുന്നേറ്റ് പിന്നെ ഞങ്ങൾക്ക് നേരെ നടന്നു. അവൻ നേരെ നടന്നു വന്നത് എന്റെ തൊട്ടടുത്ത്, ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ ജീപ്പിന്റെ തണലില്, ആ തണലില് വന്നിട്ട് എനിക്ക് കയ്യെത്തി തൊടാവുന്ന ഒരു ദൂരത്ത്, എന്റെ ബോഡി ആ വിൻഡോയിലൂടെ പുറത്തേക്കിട്ട് കയ്യെത്തിയാൽ തൊടാവുന്ന ആ ദൂരത്തിലേക്ക് ഈ ആൺസിംഹം വന്നു കിടന്നു. മനോഹരമായ പ്രകൃതിയുടെ, വന്യജീവിതത്തിന്റെ ഒരിക്കലും മറക്കാനാവാത്ത കുറെ നിമിഷങ്ങളായിരുന്നു അത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കൈ അതിൽ നിന്ന് ബോഡി പുറത്തേക്കിടുകയോ അതിനെ തൊടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ശ്രമിക്കരുത്, അപകടകരമാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾക്കിനിയും താൻസാനിയയിലെ സെറംഗട്ടി നാഷണൽ പാർക്കിലെ ആഫ്രിക്കൻ സവാനയുടെ വിസ്തൃതിയിലേക്ക് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവർ എഴുന്നേൽക്കും. അവൻ എഴുന്നേറ്റ് ഞങ്ങൾക്ക് അനുവാദമൊക്കെ തന്ന് ആ സമയത്തിനകം അവിടെ എത്തിയ മറ്റ് ജീപ്പുകളുടെ തണലിലേക്ക് ഇവൻ മാറിപ്പോയി. അപ്പൊ അവനോട് വിട പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടരുമ്പോൾ നേരത്തെ പാർപ്പുറത്ത് കണ്ട സിംഹത്തെ ഞങ്ങൾ ഒന്നുകൂടി കണ്ടു. അപ്പോൾ അവൻ പാറയുടെ മുകളിൽ നിന്ന്, അവൻ കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്ത് നിന്ന് മാറി കുറച്ച് അങ്ങോട്ട് മാറി വേറൊരു സ്ഥലത്ത് കിടന്ന് അവന്റെ ഉറക്കം തുടരുകയായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ താൻസാനിയയിലെ ഗൊറൊങ്കോറോ ക്രേറ്ററിലേക്കാണ് പോയത്. ഈ ഗൊറൊങ്കോറോ ക്രേറ്റർ രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് കാണും. അവിടെയും ഞങ്ങൾ സിംഹത്തിന്റെ ഒരു കൂട്ടത്തെ കണ്ടു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ആഫ്രിക്കൻ യാത്രയിൽ സിംഹക്കുട്ടികളെ കാണുന്നത്. കുറെ പെൺസിംഹങ്ങളും അവരുടെ കുട്ടികളും അടങ്ങുന്നതായിരുന്നു ഈ പ്രൈഡ്, ഈ സിംഹക്കൂട്ടം.
ചിലര് കിടന്നുറങ്ങുന്നുണ്ട്, ചിലർ ഓടിക്കളിക്കുന്നുണ്ട്, പലരും പലയിടങ്ങളിലായിട്ട് വിശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ആഫ്രിക്കൻ യാത്രയിലെ സിംഹങ്ങളുടെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായിട്ട് ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. സുഹൃത്തുക്കൾക്കും ഫാമിലിയിലെ മറ്റുള്ളവർക്കും നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക്, വാട്സാപ്പ് അങ്ങനെയുള്ളതിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സഹായം എനിക്കുണ്ടാവുന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തിയാണ്. നമുക്ക് അടുത്ത ആഴ്ചയിൽ ബിഗ് 5 മറ്റൊരു അനിമലുമായിട്ട് കാണാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആനയാണ്. എലഫൻസ് ലോകത്തിലെ ആനകളുടെ കേന്ദ്രം അല്ലെങ്കിൽ ആനകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കെനിയയിലെ അംബോസിലി നാഷണൽ പാർക്കാണ്. ആനകളുടെ വളരെ രസകരമായ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ. താങ്ക് യു.